ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനം മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഞാനും കുറച്ച് വൈദികരും കൂടി ഗോവയിൽ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ ഭൗതിക ശരീരം കാണുവാൻ വേണ്ടി പോയി. ഒരു ചരിത്ര പുരുഷനെ വാനോളം പുകഴ്ത്തുന്ന ആ മണ്ണിൽ തന്റെ ഭൗതിക ശരീരം ദേവാലയത്തിൽ പൊതുദർശനത്തിൽ വെക്കുന്ന നിമിഷങ്ങളിൽ അറിയാതെ മനസ്സിൽ കടന്നുപോയ ഒരു ചിന്ത, ദൈവത്തിന്റെ ശബ്ദവും സാന്നിധ്യവും തിരിച്ചറിഞ്ഞ് ദൈവമഹത്വത്തിന് വേണ്ടി മരണം വരെ പോരാടിയ ഒരു സന്യാസി. ഒന്നിന്റെ മൂല്യം മറ്റൊന്നിന്റെ ത്യാഗത്തിലുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ച, ദൈവരാജ്യം സ്ഥാപിക്കുവാനുള്ള ഓരോ നീക്കത്തിലും നമ്മൾ ദൈവത്തിനായി ജീവിക്കുവാൻ തയ്യാറാകണം എന്നോർപ്പിച്ച, ദൈവത്തിന്റെ സ്നേഹത്തെ പ്രവർത്തനങ്ങളിലൂടെ പരിപാലിക്കുവാൻ സന്നദ്ധരാകണം എന്ന് പഠിപ്പിച്ച ആ മനുഷ്യനെയാണല്ലോ കാണുന്നതെന്ന് ഓർത്തപ്പോൾ അറിയാതെ ഹൃദയത്തിന്റെ തുടിപ്പൊന്നുകൂടി. ഇത് എങ്ങനെ സാധ്യമാവും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമായി എടുത്തിരിക്കുന്ന വചനഭാഗം. വചനം ധ്യാന വിഷയമാകുമ്പോൾ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സർവ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സർവ മാനവർക്കുമുള്ള ദൗത്യമാണത്. ലോകത്തിലെ എല്ലാ സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക എന്ന് യേശുവിന്റെ കൽപ്പന ക്രിസ്തുവിന്റെ സന്ദേശത്തിന്റെ സർവജനാത്മകതയെ വ്യക്തമാക്കുന്നു. സുവിശേഷം ഒരു ജാതിക്കും സംസ്കാരത്തിനും അല്ല, മറിച്ച് എല്ലാ മനുഷ്യർക്കും അതിജീവനത്തിന്റെ സന്ദേശമാണ്. അങ്ങനെയെങ്കിൽ ഒരു ചോദ്യം നമ്മോട് തന്നെ ചോദിക്കാം: നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹം പങ്കുവയ്ക്കുവാൻ നാം എന്തു ചെയ്യണം? രണ്ടാമതായി, വിശ്വാസത്തിന്റെ ശക്തിയെ ഊന്നിപ്പറയുന്നു. വിശ്വാസം രക്ഷയിലേക്ക് നയിക്കുന്നു. അവിശ്വാസം നമ്മളിലേക്ക് അന്ധകാരം കൊണ്ടുവരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആഴത്തിൽ പരിശോധിക്കുവാൻ ദൈവം കൃപ നൽകട്ടെ. വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിന്റെ തിരുനാളിൽ നാം ആയിരിക്കുമ്പോൾ വിശുദ്ധ ഫ്രാൻസിസ് സേവിയറിനും ഇതേ തീക്ഷ്ണമായിട്ടുള്ള വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ് അവൻ പലയിടങ്ങളിലും പോയി സുവിശേഷം പ്രഘോഷിച്ചത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലാണിത്. സുവിശേഷം പ്രചരിപ്പിക്കുന്നതിനുള്ള ദൗത്യത്തിൽ യേശുവിന്റെ വചനങ്ങൾ നമ്മെ പങ്കാളികളാക്കുന്നു. അതുവഴി ദൈവജനത്തെ സംരക്ഷിക്കുവാനും സാധിക്കും. ഈ ആഗമന കാലത്ത് യേശുവിന്റെ സാന്നിധ്യവും സഹായവും എപ്പോഴും നമ്മോട് കൂടെയുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.